ഇന്നലെ ശരിക്കും പറഞ്ഞാൽ കവടിയാർ ഇങ്ങനെ ഘോഷയാത്ര ലൈനപ്പ് ചെയ്ത് നിന്ന സമയത്ത് നമ്മുടെ റിട്ടയേർഡ് മോഹനചന്ദ്രൻ സാർ എന്നോട് ചോദിക്കുകയുണ്ടായി, എന്താ കുട്ടി ഇവിടെ ഇത്ര ആൾക്കൂട്ടം എന്ന് എന്നോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഞങ്ങൾ KSRTCക്കാരാണ്, ഒരു ട്രാൻസ്ഫോ എന്ന് പറയുന്ന ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നു, അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പം അദ്ദേഹം എന്നോട് ചോദിച്ചു, മോളെ അത് സാധാരണ ശമ്പളം കിട്ടുന്നില്ല, പെൻഷൻ കിട്ടുന്നില്ല എന്നതിന് വേണ്ടി മാത്രമല്ലേ നിങ്ങൾ KSRTCക്കാർ ഒത്തുകൂടാറുള്ളൂ എന്ന് എന്നോട് ചോദിക്കുകയുണ്ടായി. സാറിന്റെ ചോദ്യം ശരിയായിരുന്നു. പക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്, KSRTCയുടെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ജീവനക്കാർ ഇത്രയും വർണ്ണശബളമായ ഒരു ഘോഷയാത്രയോട് കൂടി എല്ലാവരെയും പൊതു നിരത്തുകളിൽ ഇങ്ങനെ അണിനിരത്തുക. അത് അതെ, സന്തോഷിക്കാൻ ഒത്തുകൂടി. അതെ 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 അത് പൊതുമേഖലാ സ്ഥാപനങ്ങളോടുള്ള നമ്മുടെ മന്ത്രി സാറിന്റെ കരുതലാണെന്നും KSRTC മേലുള്ള ഒരു ശ്രദ്ധയാണെന്നും ഞാൻ കരുതുന്നു. ഇനിയും മേലിലും സാറിൻ്റെ നടപടികളിൽ കൂടുതൽ KSRTC പൊതുമേഖലാ തലത്തിൽ നല്ല രീതിയിൽ നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു ഇങ്ങനെ ഒരു സംഘടിപ്പിച്ചതിൽ സാറിനോട് അതിയായ നന്ദിയുണ്ട്. ഇനിയിപ്പോ നഷ്ടത്തിലാണെന്ന് പറഞ്ഞാൽ ആരും കിടന്ന് കരയില്ല, നമ്മളെ കിട്ടില്ലെന്ന് പറഞ്ഞാൽ ഒരു ഉപകാരം ചെയ്താലും മതി. ഇപ്പോഴുള്ള കളക്ഷൻ 7.5 കോടി 7 കോടിയൊക്കെയാണ് കളക്ഷൻ. അതിനെ നിങ്ങൾ 8.5 കോടിയിലേക്ക് എത്തിച്ചു തന്നാൽ നമ്മൾ ലാഭത്തിൽ പോകും. ഇന്ത്യയിൽ ആദ്യമായി ദിവസവും ലാഭത്തിൽ പോകുന്ന KSRTC. നമ്മൾ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്ര വില കൂടി വണ്ടികൾ വാങ്ങിച്ച് നമ്മൾ ഇത്രയും ഒരു വെയിറ്റ് മോഡറൈസേഷൻ. അതുപോലെ ഇതുപോലൊരു മേള നടത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്ന ബ്ലോഗർമാരെ പറഞ്ഞു, ഇതുപോലെ സാധനം കേട്ടിട്ടില്ല. ഇതുപോലൊരു എക്സ്പോ നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നമ്മളാണ്.